വെൽക്കം ബാക്ക് ടു സുബ വ്ളോഗ്സ്. അപ്പം നമ്മളിന്ന് ഒരു ട്രിപ്പ് പോകണം കേട്ടോ. ട്രിപ്പ് പോകുന്ന വേറെ എവിടേക്കല്ല, വാഗമൺ. നമ്മൾ കുറേ പ്ലാൻ ചെയ്യാറുണ്ട്, പക്ഷേ ഈ പ്ലാനിങ് ഒന്നും നടക്കാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചൊരു അൺപ്ലാൻഡ് ട്രിപ്പിന് അങ്ങ് പോകാമെന്ന്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെയല്ല, ഒരു രാത്രി 12 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ആടിപ്പാടി ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ ഇലവീഴ പൂച്ചിറയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട്. നമ്മൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചൊന്ന് ഫ്രഷായിട്ട് പോവാന്ന്. അപ്പം വരും വഴി ഇവിടെ ഈ ഒരു കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കയറി കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് നിന്ന് അപ്പോൾ ജസ്റ്റ് റൂം നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ തന്നെ അടുത്ത് ഒരു കുട്ടി വീട് മാതിരി ഈ കാണുന്ന സ്ഥലം, ഒരു റൂം, 2 റൂം എന്തോ, ഒരു റൂമും പ്ലസ് ബാത്റൂമായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് കയറി ഫ്രഷ് ചെയ്യാം. അങ്ങനെ നമ്മൾ അവിടെ കയറിയപ്പോൾ കണ്ടത് ഈ സാധനമാണ്, മോത്ത്. ഞാൻ ആദ്യം വസുവിന് ബട്ടർഫ്ലൈ ആണെന്ന് പറഞ്ഞപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് ബട്ടർഫ്ലൈ അല്ല മോത്താണെന്ന്. അങ്ങനെ നമ്മൾ പിന്നീട് ജസ്റ്റ് ഒന്ന്, ഞാൻ കുളി നനയൊന്നും നടത്തിയില്ല, ജസ്റ്റ് ഒന്ന് പല്ല് തേച്ച് മുഖം കഴുകി. തണുപ്പെന്ന് പറഞ്ഞാൽ ഐസ് വാട്ടറിൽ തൊട്ടല്ലേ എങ്ങനെ ഇരിക്കും, അതായിരുന്നു അവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ. പിന്നെ എനിക്ക് ഇങ്ങനെ ഇത്തരം സാഹചര്യത്തിൽ കുളിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്തോ. ഞാൻ കുളിക്കില്ല എന്ന് പറയുന്നവരുടെ അടുത്ത് ഓക്കെ ശരി, ഞാൻ കുളിക്കില്ല, അത്ര തന്നെ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ജീപ്പ് എടുത്തിട്ടാണ് കേട്ടോ പോയത്, കാരണം ഫുൾ ഓഫ് റോഡ് ആയതിനെ കൊണ്ട് നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റില്ല. സോ നമ്മളൊരു ജീപ്പ് എടുത്തു, ഞാനും ഏട്ടനും കേട്ടോ ഫ്രണ്ടിലിരുന്നത്. അങ്ങനെ നമ്മൾ ഇലവീഴ പൂച്ചിറ കാണാനായിട്ട് വന്നു കേട്ടോ. പിന്നെ അവിടുന്ന് കുറേ നേരം നിന്നു. പിന്നെ അവിടുന്ന് തിരിച്ചു പോകും വഴി ഏതാ മുനിയറയാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് പോണ സ്ഥലം. ഇതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ താഴെ കാണുന്നത് തൊടുപുഴ സിറ്റി ആണെന്നാണ് കേട്ടോ ആ ഡ്രൈവർ ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ തൊടുപുഴ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും അത്ര. പിന്നെ ഈ പോകുന്നതാണ് മുനിയറ. ഇങ്ങനെ കുറച്ച് താഴെ ഇറങ്ങിയിട്ട് വേണം ഒരു ഗുഹ. പക്ഷേ ഞാൻ കയറിയില്ല, എനിക്ക് പറ്റില്ല ഇങ്ങനെ കൺജസ്റ്റഡ് പ്ലേസിൽ കയറാൻ. എന്തോ ഒരു ഫോബിയ, അതാണ് എനിക്ക്. അപ്പോൾ വസുവിനെ ഞാൻ വിടില്ല, വെള്ളമുണ്ട്, നമ്മുടെ മുട്ടോളം വെള്ളമുണ്ട്. അപ്പോൾ വസു ഫുള്ളായിട്ട് നനയും. സോ ഞാനും വസുവും ആദ്യം ചാട്ടനും പോയില്ല കേട്ടോ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ ചാട്ടനും ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഏട്ടൻ എന്നെ അവിടെ കിടന്ന് വിളിക്കുന്നു. അപ്പം എന്തോ തവളയോ മാക്രിയോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറിയില്ല. ഇവർ കയറി, ഞാനും വസു ഇവിടെ പുറത്ത് ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മക്കളെ ഇരിക്കുന്നു, വിളിച്ചു നോക്ക്, സുഭാഷിനെ വിളി. ഇറങ്ങുമ്പോൾ മഞ്ഞില്ലെങ്കിൽ നമുക്ക് ടോപ്പിൽ നിന്ന് കാണാം. അപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ വേറെ ഷേപ്പാണ്. വച്ചു നോക്കാണ്. പച്ചുവേ തിരുവനന്തപുരത്ത് ശക്തമായ മഴ, വാഗമണിൽ ശക്തമായ വെയിൽ. കിതയ്ക്കുന്നു ഗൈസ്, കിതച്ച് ചെയ്തത് വന്നതുകൊണ്ട് അവരവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. അതെ 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 അതെ. പിന്നെ ഈ കാണുന്നത് ഏതോ ഒരു ഫിലിമിലുണ്ട് കേട്ടോ, ഈ ഒരു സ്പോട്ട്, ഈ ഒരു
എന്തോ ഗ്യാരേജോ എന്തോ ഒരു സംഗതി മാതിരി. അങ്ങനെ നമ്മൾ അതിനകത്ത് ഫുൾ കാടും പടലൊക്കെ പിടിച്ചാണ് കിടക്കണത്. എന്തോ കണ്ടിട്ട് എനിക്ക് ഉള്ളിലേക്ക് കയറാൻ തോന്നിയില്ല. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ കിട്ടുന്നത്. കുറേ പേര് അതിൻ്റെ താഴേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ബസ്സുള്ളതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ബസ്സു തിരിച്ച് കുട്ടി അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ. പാവം നല്ല ഫോട്ടോ എടുത്ത് തന്നെ നടന്നു. പക്ഷെ തിരിച്ച് അവൻ അച്ഛൻ്റെ മുതുകത്ത് കയറിയാണ് അവൻ പോകുന്നത്. അങ്ങനെ നല്ല പൊട്ട വെയിൽ ആയിരുന്നു ഗൈസ്. പൊട്ട വെയിലെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നി, നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് ശരിക്കും ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ. ഞാൻ വിചാരിച്ചു ഈ ട്രിപ്പ് കൊളാവും, നമ്മൾ എവിടെയും പോകാനൊന്നും പറ്റില്ല, കയറാനൊന്നും പറ്റില്ല, എല്ലായിടും അവർ ക്ലോസ് ചെയ്തിട്ടാവും. അങ്ങനെ നമ്മൾ നല്ല വെയിൽ കൊള്ളാനാണെന്ന് തോന്നുന്നു നമുക്ക് യോഗ ഉണ്ടായിരുന്നത്. അങ്ങനെ വെയിൽ കൊണ്ട് നമ്മൾ വന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ബസ്സിന് കൊടുക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ ആ കടയിൽ നിന്ന് തന്നെ, നമ്മൾ നേരത്തെ ചായ കുടിക്കാൻ കഴിയില്ല, അവിടെ നിന്ന് തന്നെ ആഹാരം കഴിച്ചു. ചപ്പാത്തി അതിൻ്റെ മുട്ടക്കറി കഴിച്ചതിന് അവർ വാങ്ങിച്ചത് അമ്മാതിരി കത്തി റേറ്റ് ആയിരുന്നു. അതിനെക്കാട്ടിലും നല്ല അഫോർഡബിൾ ആയിട്ട് നമ്മൾ ഉച്ചയ്ക്കത്തെ ഊണ് കഴിച്ചു. പക്ഷെ ഇവർ പിന്നെ ആ ഏരിയയിൽ വേറെ കടകളൊന്നും ഇല്ല, സ്വാഭാവികമായിട്ട് അവർ നമ്മുടെ നിന്ന് ഈടാക്കും. പിന്നെ നമ്മൾ അടുത്ത ഏതോ ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് എല്ലാവരും ഉള്ളത് കാണാൻ. പക്ഷെ നല്ല ഭംഗി. നമ്മൾ ഇതൊന്നും കാണാത്തവരായതുകൊണ്ട് നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇതുപോലെ വെള്ളമൊക്കെ ഒഴുകി വരണ കാഴ്ച നമുക്കൊരു കൗതുകമാണ് എപ്പോഴും. അടുത്ത നമ്മൾ വന്നത് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ. അപ്പം ബസ് ഒരുവിധം അവൻ ഒരു യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണത്തിലായി. അപ്പം അവൻ ഉറങ്ങിയിരുന്ന് അവനെ എടുത്തത്. അപ്പോൾ അത് അവന് നടക്കാൻ പറ്റില്ല, അവനെ എടുത്തോണ്ട് പോകണം. പക്ഷെ എനിക്ക് എടുത്തോണ്ട് നടപ്പ് അത്ര പോസിബിൾ അല്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ജീപ്പ് എടുത്തിട്ട് അവർ കുറച്ച് ദൂരം നമ്മളെ കൊണ്ടുപോകും. പിന്നെ ബാക്കി നമ്മൾ നടന്ന് പോകണം. പിന്നെ അവിടെ ചെന്നപ്പോൾ ഈ സ്പൈഡർമാനെ കണ്ടു. സ്പൈഡർമാൻ്റെ മാസ്ക്. സോ അത് വാങ്ങിച്ചു കൊടുത്തപ്പം ആൾക്ക് കുറച്ച് ഉഷാറൊക്കെ ഉണ്ട് നടക്കാനൊക്കെ ആയിട്ട്. പിന്നെ ആൾ കുറച്ച് നടന്നു കേട്ടോ. നടന്നോ? സ്പൈഡർമാൻ വാ വരൂ സ്പൈഡർ. അങ്ങനെയൊക്കെ ഞാൻ കുറെ കാലം പഠിച്ചു. നമ്മളെവിടെ വന്നു? ഇത് കാട്ടാക്കടയാ ഏട്ടാ? ഇതാണ് കാട്ടാക്കട. ഏട്ടാ ഇത് ബസ് നോക്കിക്കോ, മഞ്ഞ് പോണുണ്ടോ മേളോട്ട്? ബസ് വീണ്ടും നടക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ മേലേക്ക് കയറിയില്ല, നമ്മൾ താഴെയാണ് കേട്ടോ. നമ്മൾ 3 ആൾ നിന്നത്. ബസ്സിനെ എടുത്തോണ്ട് നമുക്ക് 2 പേർക്കും അത്ര മേലേക്ക് കയറാൻ പറ്റൂല. സോ നമ്മൾ വിചാരിച്ച് താഴെ നിൽക്കാം. അപ്പം നമ്മൾ മേളിൽ നിൽക്കുന്ന ഇവരെ സൂം ചെയ്യാണ് കേട്ടോ, നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന്മാരെ. നിങ്ങൾ നോക്കിക്കോളൂ കഴിച്ച്, ഇതെത്ര ദൂരമാണ് അവർ നിൽക്കണേന്ന്. ഇവിടൊക്കെ കുളിക്കാം. അടുത്തത് നമ്മളൊരു മാർമല അരുവി എന്നാണ് കേട്ടോ, അങ്ങനെയാണ് എഴുതി വെച്ചിരുന്നത്. ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നീട് പോയത്. ഓടി ഓടി വയ്യ. നമ്മളിവിടെ വന്നതന്നെ. കാവടി തുള്ളിയാണല്ലോ പോകുന്നത്.
അങ്ങനെ നമ്മൾ അതും കണ്ടിറങ്ങി. ഈ മരത്തിന്റെ ഷേപ്പ് കണ്ട് അതിന്റെ വള്ളികൾ പടർന്ന് കിടക്കുന്ന കണ്ട് ഫോട്ടോ എടുക്കുന്ന കുറെ ആളുകൾ. സോ എന്താ ചെയ്യാ. അപ്പം ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ബാക്കി നമ്മൾ അടുത്ത പാട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സുബാബ വ്ലോഗ്സ്.